ഹായ് ഗൈസ്, വെൽക്കം ടു വീലേൺ. ഈസി മാത്സിന്റെ 20ാമത്തെ വീഡിയോ ആണ്. നമ്മൾ നോക്കുന്നത് സ്പീഡ് ആൻഡ് ടൈമിന്റെ രണ്ടാമത്തെ വീഡിയോ ആണ്. നമുക്കിവിടെ ഒരു ചോദ്യം തന്നിട്ടുണ്ട്. ചോദ്യം ഇതാണ്: രവി ട്രാവൽസ് ഹോം ടു ഓഫീസ് അറ്റ് 20 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിട്ടേൺ ടു ഹോം അറ്റ് 30 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ്. അതായത് രവി രാവിലെ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോകുന്നത് 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അതുപോലെ തിരിച്ചു വരുന്നത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ്. അങ്ങനെയെങ്കിൽ രവിയുടെ ആവറേജ് സ്പീഡ് എന്ത്? അപ്പോൾ ഈ ഒരു ചോദ്യം കാണുന്ന സമയത്ത് കുട്ടികൾ എന്ത് ചെയ്യും? ദാ ഇങ്ങനെ നേരിട്ട് 20 പ്ലസ് 30 ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതി വെക്കും. ഇത് ഈ രണ്ട് നമ്പേഴ്സിൻ്റെ ആവറേജ് ആണ്, പക്ഷേ സ്പീഡിൻ്റെ ആവറേജ് അല്ല. രണ്ട് സ്പീഡുകൾ നമുക്ക് തന്നിട്ടുണ്ട്. അതായത് ദാ ഇവിടെ എയിൽ നിന്നും ബിയിലേക്ക് പോകുന്നു, തിരിച്ച് ബിയിൽ നിന്നും എയിലേക്ക് പോകുന്നു. ഇവിടെ ഒരു സ്പീഡ് തന്നിട്ടുണ്ട്, ദാ ഇവിടെ ഒരു സ്പീഡ് തന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ സ്പീഡിൻ്റെ ആവറേജ് കാണാനായിട്ട് 2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് ഡിവൈഡഡ് ബൈ സം ഓഫ് ദ സ്പീഡ്. അതായത് നമുക്ക് രവിയുടെ സ്പീഡ് എന്ന് പറയുന്നത് എന്ത് വരും? 2 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ സം ഓഫ് ദ സ്പീഡ്. സം ഓഫ് ദ സ്പീഡ് എന്താണ്? 20 പ്ലസ് 30. അതായത് 2 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ 50 എന്ന് വരും. ദാ ഈ 0 ഈ 0 വെട്ടാം. അത് വെട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ട്? നമുക്ക് 5ഉം 20 ഇവിടെ ഉണ്ട്. 4 എഴുതാം. അപ്പോൾ 3 4 12, 12 2 24. രവിയുടെ ആവറേജ് സ്പീഡ് എന്ന് പറയുന്നത് 24 കിലോമീറ്റർ പെർ അവർ ആയിരിക്കും. ഓക്കെ, ഇതാണ് രവിയുടെ ആവറേജ് സ്പീഡ്. ഇനി നമുക്ക് രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോകാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ്: മധു ട്രാവൽസ് എ ടു ബി അറ്റ് 10 കിലോമീറ്റർ പെർ അവർ, ബി ടു സി അറ്റ് 20 കിലോമീറ്റർ പെർ അവർ ആൻഡ് സി ടു ഡി അറ്റ് 30 കിലോമീറ്റർ പെർ അവർ. ഫൈൻഡ് ദ ആവറേജ് സ്പീഡ് ഇഫ് ദ ഡിസ്റ്റൻസ് ആർ ഈക്വൽ. അതായത് മധു എയിൽ നിന്നും ബിയിലേക്ക് പോയ വേഗത എന്ന് പറയുന്നത് 10 കിലോമീറ്റർ പെർ അവർ ആണ്. ബിയിൽ നിന്നും സിയിലേക്ക് പോയത് 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. സിയിൽ നിന്നും ഡിയിലേക്ക് പോയത് 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അങ്ങനെയെങ്കിൽ മധുവിൻ്റെ ആവറേജ് സ്പീഡ് എന്ത്? അപ്പോൾ നമുക്ക് 3 സ്പീഡ് തരികയാണെങ്കിൽ നമ്മൾ കണ്ടുപിടിക്കുന്നതിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ എ ടു ബിയിലേക്ക് മധു പോയത് 10 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. ബി ടു സിയിലേക്ക് മധു പോയത് 20 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. സി ടു ഡിയിലേക്ക് പോയതോ 30 കിലോമീറ്റർ പെർ അവർ വേഗതയിലും. അപ്പോൾ നമ്മൾ നേരത്തെ തന്നതുപോലെ തന്നെ, പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ഇത് കണ്ടുപിടിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ മുകളിൽ എഴുതുന്നതൊക്കെ സെയിം തന്നെ. 3 ഇൻറ്റു, അതായത് 3 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ്, അതായത് 10 ഇൻറ്റു 20 ഇൻറ്റു 30. നമുക്ക് നേരത്തെ 2 സ്പീഡ് ആയതുകൊണ്ടാണ് 2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് വന്നത്. നമുക്കിവിടെ 3 സ്പീഡ് ഉള്ളതുകൊണ്ട് 3 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് ഡിവൈഡഡ് ബൈ, നമ്മുടെ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോൾ ചെറിയൊരു വ്യത്യാസമുണ്ട്. നമ്മൾ ഇതെല്ലാം കൂടി കൂട്ടി വെക്കുകയല്ല, ആദ്യമേ ആദ്യത്തെ 2 സ്പീഡ് 10നെയും 20നെയും തമ്മിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യണം. 10 ഇൻറ്റു 20 എത്രയാണ്? 200. പ്ലസ് രണ്ടാമതായിട്ട് ഒന്നാമത്തെ സ്പീഡും മൂന്നാമത്തെ സ്പീഡും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുക. 10 ഇൻറ്റു 30 300. പ്ലസ് 20 ഇൻറ്റു 30 600. ഇത് നമ്മൾ ചെയ്യുമ്പോൾ എങ്ങനെ വരും? 3 ഇൻറ്റു 10 ഇൻറ്റു 20 ഇൻറ്റു 30 ഡിവൈഡഡ് ബൈ, എല്ലാം കൂടി കൂട്ടുമ്പോൾ എത്രയാണ്? 1100 വരും. 0 0 നമുക്ക് കളയാം. സോ നമുക്ക് മിച്ചം എത്ര വരും? 6 60 18 180. 180 ബൈ 11 വരും നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾക്ക് 3 സ്പീഡ് തരികയാണ്. 3 സ്പീഡ് തരികയാണെങ്കിൽ ആവറേജ് സ്പീഡ് കണ്ടുപിടിക്കാൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മുകളിലുള്ളതെല്ലാം സെയിം തന്നെ. നേരത്തെ ചെയ്തത് 2 സ്പീഡ് തരുന്നതും 3 സ്പീഡ് തന്നാലും മുകളിലുള്ളതെല്ലാം സെയിം തന്നെ. 3 ഇൻറ്റു 10 ഇൻറ്റു 20 ഇൻറ്റു 30, അതായത് പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് വന്നു. പക്ഷെ അടിയിലേക്ക് വരിക, നമ്മൾ ഡിനോമിനേറ്ററിലേക്ക് വരുമ്പോഴത്തേക്കും നേരത്തെ കണ്ടതുപോലെ വെറുതെ നമ്മുടെ സ്പീഡുകൾ തമ്മിൽ കൂട്ടി വെക്കുകയല്ല, ആദ്യത്തെ 2 സ്പീഡിനെ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുന്നു. അത് കഴിഞ്ഞ് 1 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു, ദെൻ 2 3 മൾട്ടിപ്ലൈ ചെയ്യുന്നു. അവയാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതി ഇതിൻ്റെ കൂടെ ചെയ്യേണ്ടത്. ഈ ഒരു കാര്യം മാത്രം ഇതിൻ്റെ കൂടെ ഒന്ന് ഓർത്തിരുന്നാൽ മതി കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ചോദ്യം നോക്കാം. മൂന്നാമത്തെ ചോദ്യം ഇതാണ്: എ മാൻ ട്രാവൽസ് ടു ഓഫീസ് അറ്റ് 60 കിലോമീറ്റർ പെർ അവർ ആൻഡ് റിട്ടേൺ ടു ഹോം അറ്റ് 40 കിലോമീറ്റർ പെർ അവർ
ആൻഡ് ദ ജേർണി ടുക്ക് 3 hours. ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഓഫീസ്. അതായത് ഒരാൾ വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് യാത്ര ചെയ്തത് 60 കിലോമീറ്റർ പെർ അവർ വേഗതയിലാണ്. അതുപോലെ തന്നെ ഓഫീസിൽ നിന്നും തിരിച്ച് വീട്ടിലേക്ക് വന്നത് 40 കിലോമീറ്റർ പെർ അവർ വേഗതയിലുമാണ്. ആ യാത്രയ്ക്ക് ആകെ എടുത്ത സമയമെന്ന് പറയുന്നത് 3 മണിക്കൂറാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എത്രയാണ്? കേൾക്കുമ്പോൾ ഇച്ചിരി കുഴപ്പം പിടിച്ചായിട്ട് തോന്നുമെങ്കിലും ഉത്തരം വളരെ എളുപ്പമാണ്. നമ്മുടെ സ്പീഡെന്ന് പറയുന്നത് ഡിസ്റ്റൻസ് ബൈ ടൈമാണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം നമുക്ക് തന്നിട്ടുണ്ട്. എത്രയാണ്? ടൈം എന്ന് പറയുന്നത് 3 hours ആണ്, 3 മണിക്കൂറാണെന്ന് നമുക്കിവിടെ അറിയാം. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ സ്പീഡ് കണ്ടുപിടിക്കണം. സ്പീഡ് എന്ന് പറയുന്നത് എന്താണ്? നമുക്കിവിടെ 2 ഡിസ്റ്റൻസ് ആണ് തന്നിട്ടുള്ളത്. നമ്മൾ ഒന്നാമത്തെ ചെയ്ത മാർഗ്ഗം, അതായത് 2 ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. 2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ്. പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 ഇൻറ്റു 40. നമുക്ക് 2 സ്പീഡ് മാത്രമേ ഉള്ളതുകൊണ്ട് നമുക്ക് നേരിട്ട് ഇതിനെ കൂട്ടി വെക്കാം. 60 + 40 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 60 + 40 എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. 2 ഇൻറ്റു 60 ഇൻറ്റു 40 ഡിവൈഡഡ് ബൈ 100. എന്ത് ചെയ്യാം? നമുക്ക് ഇതും വെട്ടിക്കളയാം, ഇതും വെട്ടിക്കളയാം. അപ്പം 6 4 24, 24 2 48 വരും. ഓക്കെ, 48 വന്നു നമ്മുടെ സ്പീഡ് എന്ന് പറയുന്നത്. സോ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇദ്ദേഹം ആവറേജ് സ്പീഡ് 48 ആണ്. അങ്ങനെയെങ്കിൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് സ്പീഡ് ഇൻറ്റു ടൈം. സ്പീഡ് എന്ന് പറയുന്നത് 48 ആണ്. ടൈം നമുക്കറിയാം 3 ആണ്. 48 ഇൻറ്റു 3. അങ്ങനെയെങ്കിൽ ഇതെന്ന് പറയുന്നത് എത്രയാണ്? 144 കിലോമീറ്റർ ആണ് ഇദ്ദേഹം ആകെ സഞ്ചരിച്ചിട്ടുണ്ടാകുക. അങ്ങനെയെങ്കിൽ ഫൈൻഡ് ദ ഡിസ്റ്റൻസ് ടു ദ ഓഫീസാണ്. അതായത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം കണ്ടുപിടിച്ചാൽ മതി. അപ്പോൾ എന്താണ്? 144ൻ്റെ പകുതി എടുത്തേച്ചാൽ മതി. ഇനി 144 എന്ന് പറയുന്നത് അദ്ദേഹം മൊത്തത്തിൽ സഞ്ചരിച്ച ദൂരമാണ് ഈ ഒരു 3 മണിക്കൂർ കൊണ്ട്. അങ്ങനെയെങ്കിൽ ഇദ്ദേഹം ഓഫീസിൽ നിന്നും വീട്ടിലേക്കോ അല്ലെങ്കിൽ വീട്ടിൽ നിന്നും ഓഫീസിലേക്കുള്ള ദൂരം എന്ന് പറയുന്നത് ഇതിൻ്റെ പകുതിയായിരിക്കും. പകുതി എന്ന് എത്രയാണ്? 72 ആയിരിക്കും. ഇത്ര എളുപ്പമാണ് ഇത് കാണാൻ. നമുക്ക് ആദ്യമേ അദ്ദേഹത്തിൻ്റെ സ്പീഡ് കണ്ടുപിടിക്കുക, ദെൻ സ്പീഡ് കണ്ടുപിടിച്ചിട്ട് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഉത്തരം വളരെ എളുപ്പമാണ്. അപ്പോൾ ഇവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമുക്ക് 2 സ്പീഡുകൾ മാത്രം ഉള്ളെങ്കിൽ 2 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് ഡിവൈഡഡ് ബൈ സം ആയിരിക്കും. എങ്കിൽ 3 സ്പീഡ് നമുക്കിവിടെ ഉണ്ടെങ്കിൽ 3 ഇൻറ്റു പ്രോഡക്റ്റ് ഓഫ് ദ സ്പീഡ് തന്നെയായിരിക്കും. പക്ഷേ ഇവിടെ XY പ്ലസ് XZ പ്ലസ് YZ എന്ന് പറഞ്ഞ രീതിയിലേക്ക് വരും. ആ ഒരു കാര്യം മാത്രം നിങ്ങളൊന്ന് ഓർത്തിരുന്നേച്ചാൽ മതി. അവിടെ മാത്രം നിങ്ങൾക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരാനായിട്ട് സാധ്യതയുള്ളൂ. ഇത് നിങ്ങൾ തന്നെ ഈ രീതിയിലുള്ള ചോദ്യങ്ങൾ എയും ബിയും സിയും ഡി ഒക്കെ ഒന്ന് മാറ്റിയിട്ട് ചെയ്ത് നോക്കുമ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോഴത്തേക്കും ഓക്കെ ആകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ നിങ്ങളുടെ മെമ്മറിയിലേക്ക് വന്നോളൂ. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വീഡിയോ കൺക്ലൂഡ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ വളരെ ചെറിയൊരു ചാനലാണ്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണമെന്നും കമൻറ്റ് ചെയ്യണമെന്നും വീഡിയോയിൽ എന്തെങ്കിലുമൊക്കെ ഒരു പോരായ്മകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിൻ്റെ അടുത്ത് മെൻഷൻ ചെയ്യണമെന്ന് നിങ്ങളുടെ അടുത്ത് റിക്വസ്റ്റ് ചെയ്യണം. അതുപോലെ തന്നെ വേറെ കാര്യമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇതിനു മുമ്പുള്ള മാത്സിൻ്റെ ലെക്ചേഴ്സൊക്കെ കാണുക കേട്ടോ. അത് നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുള്ളായിരിക്കും. നമുക്ക് PSCക്ക് ആണെങ്കിലും ഡിഗ്രി ലെവൽ എക്സാംസിനാണേലും റെയിൽവേ എക്സാംസിനാണേലും നിങ്ങൾക്ക് അതുകൊണ്ട് മാത്സിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ സോൾവ് ചെയ്യാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു. നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് കാണാം കേട്ടോ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കും.